ഇനിയിപ്പോ സാനിയ മിർസ കൂടി എവിടെ ഉണ്ടെന്ന് അറിഞ്ഞാ മതി. എവിടെ ഉണ്ടെന്ന് പറയൂ. കുളിക്കാണ് സർ. കുളിക്കാണോ അല്ല കുളിക്കും പോലെ കളിക്കാണോ? സഞ്ചരിച്ച വണ്ടി സ്കൂട്ടി പെപ്പ്. ചെന്നു നിമിഷ നേരം കൊണ്ട് ചെയ്യേണ്ടത് ചെയ്തു പറന്നിങ്ങ് പോന്നു. ഇല്ല സർ, ഞങ്ങൾ അവിടെ ചെന്നപ്പോ മിനിസ്റ്റർ രക്തത്തിൽ കുളിച്ച് മരിച്ചു കിടക്കായിരുന്നു. അപ്പൊ അവിടെ പോയിരുന്നു. ദുർഗ സർ, സാനിയ മിർസയോട് ബാത്റൂം തുറക്കാൻ പറയൂ. കുട്ടി വാതിൽ തുറക്കൂ. ഓപ്പൺ ദി ഡോർ. ദർവാസ ഖോലോ. ബഹുഭാഷ വേണ്ട, മലയാളത്തിൽ പറഞ്ഞാ മതി. കതക് തുറക്കാനാ പറഞ്ഞേ. ലേഖേ, ആരാത്? കമ്മീഷണർ കർത്ത സാറാണ്. നീ വാതിൽ തുറക്ക്. അയ്യോ, ഞാൻ കുളിക്കുവാ. ഒരുപാട് കുളിച്ചാ പനി പിടിക്കും. വാതിൽ തുറക്കു കൂട്ടി. സാറ് പറഞ്ഞത് കേട്ടില്ലേ? കതക് തുറക്കാൻ. തുറക്കാനാ പറഞ്ഞത്. തുറക്കാം. അയ്യോ, വാതിലടക്കാൻ പറയൂ. കുളിക്കുകയാണെങ്കിലും കുളിക്കല്ലെങ്കിലും ഈ പെൺകുട്ടി ഡിപ്പാർട്ട്മെന്റിനോട് ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു. എന്ത് നടപടി എടുക്കണമെന്നും പിടികിട്ടുന്നില്ല. നിന്ന് കിണിക്കുകയാണോ? ഡിപ്പാർട്ട്മെന്റിന്റെ അന്തസ്സിനെ പറ്റി ഓർമ്മ വേണം. അയ്യോ സാർ, ഞാനത് അറിയാതെ. എന്റെ ലൈഫിലെ ആദ്യത്തെ സംഭവമാണിത്.